ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടൈം ക്യാപ്സ്യൂളാണ് ചെയ്യുന്നത്. നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഒരു ടൈം ക്യാപ്സ്യൂൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷത്തിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ബോക്സിലാണ് ഇന്ന് ടൈം ക്യാപ്സ്യൂൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഈ ഒരു വുഡൻ്റെ ബോക്സ് കുറേ നാളായിട്ട് ഇരിപ്പുണ്ട്. മീൻസ് വേറെ യൂസേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൈം ക്യാപ്സ്യൂൾ ചെയ്യാൻ ഇത് സെലക്ട് ചെയ്തു. ഇതില്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ബോക്സൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം കിട്ടിയാൽ നമുക്ക് ടൈം ക്യാപ്സ്യൂൾ ചെയ്യാം. ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്തിട്ടാണ് ടൈം ക്യാപ്സ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് എന്തായാലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. സോ അത് നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ടൈം ക്യാപ്സ്യൂൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ബോക്സോ എന്തെങ്കിലും ബോട്ടിലോ അതുപോലെ സ്റ്റോറേജ് പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ അകത്ത് നമ്മളുടെ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള ഐറ്റംസും ലെറ്റേഴ്സൊക്കെ എഴുതി അടച്ചു വെച്ചിട്ട് നമ്മൾ 5 6 അല്ലെങ്കിൽ 10 ഒക്കെ വർഷം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഒരു എന്താ പറയുക, കുറച്ചൊരു മിസ്റ്ററി ഉള്ള പോലത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ 2026 ആകാനായി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ടൈം ക്യാപ്സ്യൂൾ ചെയ്യാമെന്ന്. ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായ ടൈം ക്യാപ്സ്യൂൾ ആക്ച്വലി ഞാൻ വീടൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ മേളിൽ കുറച്ചും കൂടെ വെയിറ്റുള്ള ഐറ്റംസൊക്കെ വന്ന ബോക്സൊക്കെ ആകെ കേട് വന്ന് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നപ്പോൾ ആ ടൈം ക്യാപ്സ്യൂൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ കയ്യിൽ അന്ന് ചെയ്ത വീഡിയോയിൽ ആ ഒരു ടൈം ക്യാപ്സ്യൂൾ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല തിക്കായിട്ടുള്ള ഈ ഒരു വുഡൻ ബോക്സിൽ ടൈം ക്യാപ്സ്യൂൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. മേ ബി എൻ്റെ ചാനലിൽ മാത്രമായിരിക്കും ഇതുപോലെ 2 ടൈം ക്യാപ്സ്യൂൾ വീഡിയോ ഉണ്ടാവണത്. എനിക്കെന്തോ അത് ഡിലീറ്റ് ആക്കാൻ തോന്നിയില്ല. കാരണം ഒരു 600+ വ്യൂസ് പോയ ഒരു വീഡിയോ ആണ്. അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. സോ പുതിയൊരു ടൈം ക്യാപ്സ്യൂൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബോക്സ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാകും. സിമിലർ വേയിൽ തന്നെയാണ് ഞാൻ ഇതും ഡെക്കറേറ്റ് ചെയ്യുന്നത്. കൂടുതൽ തല പൊയ്ക്കാനൊന്നുമില്ല, നമുക്ക് പറ്റുന്ന പോലെ ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ബോക്സ് നമ്മൾ വേറെ ആരെയും കാണിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ ഭംഗി എന്നൊരു കോൺസെൻട്രേഷൻ കൊണ്ടുപോകണ്ട, നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബോക്സ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബോക്സോ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഇത് ടൈം ക്യാപ്സ്യൂൾ ആണെന്ന് ഒന്ന് ജസ്റ്റ് ലേബൽ ചെയ്തിട്ടുണ്ടാകണം. അതാണ് ഈ ഒരു ഡെക്കറേഷൻ പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇത് കൂടുതൽ ഭംഗിയാക്കണം എന്നൊരു നിബന്ധനയില്ല. ശരിക്കും ടൈം ക്യാപ്സ്യൂൾ ചെയ്യുമ്പോൾ നമ്മളത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരുപാട് നാൾ കഴിയുമ്പോൾ ആർക്കെങ്കിലും കിട്ടുന്നു. അതാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ശരിക്കും. പക്ഷേ ഇത് നമ്മൾക്കിപ്പോൾ കുഴിച്ചിടാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ എന്നിട്ടൊരു 3 to 5 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട്, മിനിമം ഒരു 5 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് വീഡിയോയും നമുക്ക് യൂട്യൂബിൽ ചെയ്യാം. ഞാൻ മൊത്തത്തിൽ ഈ ഒരു വിൻറ്റേജ് ഒരു മിനിമൽ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ആ ഒരു തീമിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അധികം കളേഴ്സും ഫ്ലവേഴ്സും അങ്ങനത്തെ കുറേ തീമൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു വിൻറ്റേജ് എസ്തറ്റിക് രീതിയിലാണ് ഞാൻ ഈ ഒരു ടൈം ക്യാപ്സ്യൂൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അതായത് ഈ കൈ കൊണ്ടൊക്കെ കീറി കൊടുത്തിട്ടൊക്കെ ഒട്ടിക്കുന്നത് മീൻസ് ഹാൻഡ് മെയ്ഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അപാകതകളൊക്കെ വന്നാലും സാരമില്ല. ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ മെഷീനൊന്നുമല്ല. കൈകൊണ്ട് കീറുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിക്കൊക്കെ കീറി ഒട്ടിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു ടൈം ക്യാപ്സ്യൂളിൽ നമ്മൾ വെക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ ഈ ബ്രൗൺ വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. കാരണം എൻ്റെ കയ്യിൽ വേറെ വാഷി ടേപ്പൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അതായത് ഈ ഒരു സോളിഡ് ബ്രൗൺ കളറിലെ വാഷി ടേപ്പ്. ഇതുപോലത്തെ വേറെയും കുറച്ച് കളേഴ്സൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ആ ഒരു ബ്രൗൺ വാഷി ടേപ്പും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞി കോഫിയുടെ പിക്ചർ ഒട്ടിച്ചിട്ട് ഞാൻ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേഷനൊന്നും അല്ല ഈ ഒരു ടൈം ക്യാപ്സ്യൂളിൻ്റെ മെയിൻ സംഭവം. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ലെറ്ററാണ്. അതായത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ഒരു ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതി വെക്കുന്ന ഒരു ലെറ്റർ, അത് ഈ ഒരു ടൈം ക്യാപ്സ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ലെറ്റർ എഴുതാൻ വേണ്ടി ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ മീഷോ ജേർണൽ സെറ്റിൽ നിന്ന് കിട്ടിയൊരു വാഷി ടേപ്പിൻ്റെ ഒരു പിക്ചർ, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില സ്റ്റാമ്പിൻ്റെ പിക്ചർ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ കോർണറിൽ കുറച്ച് റൈറ്റിങ്സ് വരുന്ന ഒരു പേപ്പർ കീറിയിട്ട്
താഴെ കോർണറിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലൈക്ക് എന്താ വായിക്കാനൊക്കെ കിട്ടുന്ന ചില ബുക്സ് ഉണ്ടാകുമല്ലോ, അത് ഇരുന്ന് യെല്ലോ കളറായത്, അത് എൻ്റെ കയ്യിൽ ഓൾറെഡി അതുപോലത്തെ ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പേജ് കയറിയിട്ട് നിറയെ ടെക്സ്റ്റ് വന്നിട്ടുള്ളൊരു ഭാഗം കോർണറിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ തന്നെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിക്കും രസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ലെറ്റർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അത് മുഴുവനും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം കുറച്ച് പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡിയർ സെൽഫ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടൊക്കെയാണ് ലെറ്റേഴ്സ് എഴുതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് ഹൗ ഈസ് യുവർ ലൈഫ് ഗോയിങ്, ഈസ് എവറിത്തിങ് ഫൈൻ, അങ്ങനെ ഒരു നോർമൽ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതി കൊടുക്കാം. ആൻഡ് അതിനുശേഷം ഞാൻ ഈ ഒരു ലെറ്റർ ഫോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ അതൊന്ന് നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്ററാണ് നമ്മളിതിലൊന്ന് ലേബൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ ഒരു കാർഡ്ബോർഡ് പീസും ജസ്റ്റ് 1-2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് ലെറ്ററാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ലെറ്റർ എന്നൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് കൂടുതൽ തലപുകഞ്ഞ് ചിന്തിക്കുകയൊന്നും വേണ്ട. ലൈക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇംഗ്ലീഷിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എങ്ങനെ നമ്മളുടെ ലൈഫൊക്കെ മുന്നോട്ട് പോയി, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസോ അങ്ങനത്തെ ഒക്കെ എഴുതി കാഷ്വലായിട്ടൊരു ലെറ്റർ എഴുതിയാൽ മതി. സോ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കറൻറ്റ് ഗോൾസ്, അതായത് നമ്മളുടെ കുറേ ആഗ്രഹങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, ഡ്രീംസ് ആൻഡ് ഗോൾസ് ഒക്കെ, അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കാർഡ് സ്റ്റോക്ക് എടുത്തിട്ട് വാഷി ടേപ്പൊക്കെ സ്റ്റിക്ക് ചെയ്ത് ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ട് ഗോൾസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതും കുറച്ച് പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിൽ വിസിബിൾ ആക്കിയിട്ടില്ല, ആ പോർഷൻ ബ്ലർ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഗോൾസിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഗോൾസ് എന്നുള്ള ഹെഡിങ് എഴുതി കൊടുത്തു. അപ്പോഴാണ് എൻ്റെ തലയിൽ പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചത്, കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഹോൾ പഞ്ച് യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലെറ്റർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ ഗോൾസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇത് അതുപോലെ തന്നെ ബോക്സിലേക്ക് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ലെറ്റർ ചെയ്ത പോലെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. വേണമെങ്കിൽ എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ നാൾ മുമ്പ് ചെയ്ത ഒരു എൻവലപ്പ് എൻ്റെ കയ്യിലുണ്ട്, കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. അതിൻ്റെ ഒരു രൂപം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. വേസ്റ്റ് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത ഒരു എൻവലപ്പാണ്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായതുകൊണ്ട് ഞാനതെടുത്തു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഗോൾസിൻ്റെ കാർഡ് വെച്ച് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്തിട്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി ഇൻ കേസ് വേറെ ആരെങ്കിലും ആണ് തുറന്ന് നോക്കുന്നതെങ്കിൽ അവർക്കൊരു നല്ല അൺബോക്സിങ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലത്തെ എൻവലപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് നമുക്കിത് ടൈം ക്യാപ്സ്യൂളിൻ്റെ അകത്തേക്ക് വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മളുടെ കറൻറ്റ് ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പേപ്പറാണ് എടുത്തത്. കൂടുതൽ എന്ത് എഴുതണം എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് റാൻഡമായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും വാഷി ടേപ്പും വെച്ച് കുറച്ചൊരു കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫേവറേറ്റ്സ് എന്ന് ജസ്റ്റ് ലേബൽ ചെയ്യുക, നമ്മളുടെ ഫേവറേറ്റ് സംഭവങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഇതും അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫേവറേറ്റ്സ് ചേഞ്ചായി, നമ്മളുടെ എന്തൊക്കെ ഇഷ്ടങ്ങൾ ചേഞ്ചായി എന്നൊക്കെ നമുക്ക് തന്നെ ജസ്റ്റ് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്, ഫേവറേറ്റ്സ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത്. അതും കൂടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ശേഷം ഡയറക്റ്റ് വേണമെങ്കിൽ ഇതുപോലെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടോ എൻവലപ്പിലൊക്കെ ആക്കിയിട്ട് കുറച്ച് ഡിഫറെൻറ്റ് ഐഡിയാസൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ്സും എനിക്ക് കറൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം എന്നെല്ലാം നോട്ട് ചെയ്തിട്ട് അത് വേറൊരു എൻവലപ്പിലാക്കിയിട്ടുണ്ട്. ആ എൻവലപ്പ് ഞാൻ നമുക്ക് നോർമലി ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈറ്റ് ലേസും ഒട്ടിച്ചു കൊടുത്തു. ആക്രിലിക് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് പിക്ചേഴ്സ് പോലെ ആ ഒരു ലവ് ഇമോജീസ് എല്ലാം വരച്ചിട്ട് ഞാൻ തന്നെ ചെയ്തെടുത്ത ഒരു എൻവലപ്പാണ്. അതിൻ്റെ സൈസിലാണ് ഞാൻ ഈ ഒരു വൈറ്റ് പേപ്പർ
വീഡിയോക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ കട്ട് ചെയ്ത് വെച്ചത്. സോ അത് എഴുതിയിട്ട് ഈ ഒരു എൻവലപ്പിലാക്കി അതും ബോക്സിലേക്ക് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളുടെ ടൈം ക്യാപ്സ്യൂളിലെ മെയിൻ പരിപാടി. ബോക്സ് തുറക്കുക, ഇതെല്ലാം അതിലേക്ക് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലെറ്റർ വെക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ലെറ്ററും കാർഡും എൻവലപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ ചെയ്ത എല്ലാ സാധനത്തിനും എൻ്റെ ബോക്സിനേക്കാളും കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാനത് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ബോക്സിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേപ്പേഴ്സിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. സോ നമ്മൾ ചെയ്ത 3 ലെറ്റേഴ്സും നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ബോക്സിൽ എന്ത് വെക്കണം എന്നുള്ളത് ദാറ്റ്സ് അപ് ടു യു. കാരണം ഇതിൽ എന്തൊക്കെ വെക്കണം എന്നുള്ളൊരു റൂളൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള എന്തും വെക്കാം, മെമ്മറബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ 2 പോളറോയിഡ് ഫോട്ടോസ്, റാൻഡം ആയിട്ടുള്ള 2 പോളറോയിഡ് പിക്ചേഴ്സ് വെക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റെ കുറച്ച് ഐഡിയാസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത ഐറ്റംസോ നമ്മൾ കുറേ നാളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാം. ഈ ഒരു ടാഗെല്ലാം ഞാൻ അന്ന് എൻ്റെ ടൈം ക്യാപ്സ്യൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട് വന്നു എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഇതെല്ലാം ഞാൻ സേഫാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടാഗ് നമുക്ക് ലാസ്റ്റ് ടൈം കിട്ടിയ ആ ഒരു ഡെനിം ഡ്രസ്സിൻ്റെ ടാഗാണ്. അത് ഞാൻ ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുപോലെ കുറേ ടാഗുകൾ അതുപോലത്തെ ഐറ്റംസ് എല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ജേണൽ കാർണിവൽ എന്ന് പേരുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ജേണൽ സപ്ലൈസ് ഒക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു ടാഗാണ് അവരുടെ തന്നെ. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഞാൻ സവാനയിൽ നിന്ന് വാങ്ങിയ എൻ്റെ ഫേവറേറ്റ് ബാഗിൻ്റെ ടാഗാണ്. അതും കൂടെ ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ബോക്സ് കുത്തി നിറയ്ക്കേണ്ട. കാരണം അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസൊക്കെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബോക്സ് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാൽ മതി. ഞാൻ വെക്കുന്നതെല്ലാം ഞാൻ കുറേ നാളായിട്ടൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ആ ഒരു പൈൻ കോണൊക്കെ പോലത്തെ സംഭവം ഏതോ കാലത്ത് ട്രിപ്പ് പോയപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വെക്കുന്നത്. നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു ബോക്സ് ഉണ്ടാക്കിയാൽ മതി. ലൈക്ക് ഇങ്ങനെ വേണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനി എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കണ്ട. ലൈക്ക് ഇതൊരു നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ. നമുക്ക് നെക്സ്റ്റ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് തുറന്ന് നോക്കാനൊക്കെ നല്ല രസമുണ്ടാകും. അപ്പോൾ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ബോക്സൊക്കെ എടുത്ത് കുറച്ച് ലെറ്ററും സംഭവങ്ങളൊക്കെ എഴുതി എല്ലാവരും ഒരു ടൈം ക്യാപ്സ്യൂളൊക്കെ ചെയ്ത് നോക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു, നമ്മൾ ഈ ഒരു ടൈം ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന ഡേറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ എഴുതുന്നത് December 1, 2025. ഇത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ മറന്നു പോയിട്ടാണ് അവസാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എന്തായാലും നോട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഈ ഒരു ബോക്സ് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ജ്യൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാം. ഇത് എൻ്റേത് വുഡൻ ബോക്സ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാനും കൂടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് പറ്റിയതുപോലെ ബോക്സൊക്കെ ചളങ്ങി അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരും. സോ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടൈം ക്യാപ്സ്യൂൾ വിശേഷങ്ങൾ. സോ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ ബൈ.